ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ട് പോണത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ചോറ്റാനിക്കരയ്ക്കാണ് കേട്ടോ. ഇന്ന് ചോറ്റാനിക്കര മകന്തോഴലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചോറ്റാനിക്കര മകന്തോഴാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയായി ഇറങ്ങണതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ അമ്മയോടൊപ്പമാണ് മകന്തോഴാൻ പോണത്. അമ്മയും ആദ്യമായിട്ടാണ് ചോറ്റാനിക്കരയ്ക്ക് പോണത് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടി പോയിട്ട് വരാം. ഇന്ന് എൻ്റെ അമ്മയുടെ നല്ല കളറല്ലേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ കാലത്ത് വേറൊരാളെയും കൂടി കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ മകം പിറന്ന മങ്ക മീനാക്ഷി കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ജനറേഷനും കൂടിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ 3 ജനറേഷനും ആദ്യമായിട്ടാണ് പോണത് മകന്തോഴാൻ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങട്ടെ. കൂട്ടുകാരി വീട്ടിലിട്ട് ഞങ്ങളൊരു 18 പേരടങ്ങണ ഒരു ടീമാണ് കേട്ടോ പോയത്. അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ബാല്യകാല സഖിയായിട്ടുള്ള മിഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയും പോവുകയാണ്. അപ്പോൾ പകുതി എത്തിയപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്യേണ്ടവരൊക്കെ പാസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ചായയും ഉഴുന്നുവടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. മീനാക്ഷിക്ക് ഉഴുന്നുവട ഇഷ്ടമില്ലാത്ത കാരണം അപ്പോൾ അടുത്ത് വേറെ കടയിൽ വല്ല സാധനങ്ങളും മേടിച്ചു തരാനാണ് അവൾ പറയണത് കേട്ടോ. മീനാക്ഷിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് യാദൃച്ഛികമായിട്ടാണ് അവൾ മകം തൊഴാൻ എത്തിയത് കേട്ടോ. അവൾക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയ കാരണം അവൾക്ക് തൊഴാൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, വേഗം മേലെഴുകി ഡ്രസ്സ് ചെയ്ത് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഉഴുന്നുവടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. അവിടെ മെയിൻ റോട്ടിൽ നിന്ന് കടന്നപ്പോഴേക്കും അവിടെ ക്യൂ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ലേഡീസിന് മാത്രം ഒരു ക്യൂ ഉണ്ട്, പിന്നെ മറ്റേ സീനിയർ സിറ്റിസൺ ഒരു ക്യൂ ഉണ്ട്, പിന്നെ മറ്റേ ജനറലായിട്ടുള്ള ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയത് നമ്മുടെ ലേഡീസിൻ്റെ ക്യൂവിലാണ് കയറിയത് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെയാണ് തിരക്ക്, വേറെ സ്ഥലത്ത് ഉണ്ടാവില്ല. അങ്ങനെ പല പല ക്യൂകളുണ്ട്. അവിടെ ഫുള്ള് തിരക്കാണ്. ഇതെല്ലാരും മിഠായിന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാരും മേടിക്കാം. ഇത് റോളറായിരുന്നു. ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് വേറൊരു ക്യൂവിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പല പല ക്യൂകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്യൂവിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് വിക്സ് വരട്ടാനുള്ള റോളോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ ക്യൂവിലെത്തി. പിന്നെ ഇപ്പോൾ ഇരുട്ടായി, 6 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 3 മണിയായി ഇപ്പോൾ നിൽക്കണ ക്യൂ ആണ്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അപ്പോഴും ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ ബോധം കെട്ടൊക്കെ വീണ് ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുകയായിരിക്കും ഏറ്റവും നല്ലത്, എയർ പാസേജിന് വേണ്ടി. ആ നടുവിലൊക്കെ നിന്നാലുണ്ടല്ലോ ചുട്ടുപഴുത്ത് ചാവും ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ നടപ്പന്തലിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ 5-6 മണിക്കൂറുകളുടെ ക്യൂവിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ തൊഴാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കും കേട്ടോ, നമ്മൾ എന്തിനാണ് ഈ ദിവസം പോണത്, തിരക്കില്ലാത്ത ദിവസം പോയി തൊഴുതാൽ പോരേന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു ദേവിയെ അല്ല അവിടെ കാണുന്നത് കേട്ടോ. നമുക്കൊരു 10 സെക്കൻഡാണ് ദർശനം കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇത്രയും ക്യൂ നിന്ന് അവിടെ എത്തിയിട്ട് ആ 10 സെക്കൻഡ് കിട്ടണ ആ പോസിറ്റിവിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നമ്മൾ ആർക്കെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോയി തൊഴണം. ഇത്രയും ക്യൂ നിന്നിട്ട് ഇനി അടുത്ത തവണ പോവോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എനിക്കിനി ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോയിരിക്കും. എനിക്ക് ഇനിയും തൊഴണം. എനിക്ക് ആ 10 സെക്കൻഡ് കണ്ടിട്ട് മതിയായില്ല. അത്ര ഭംഗി, എന്താ അവിടെ അലങ്കരിച്ച് വെച്ചേക്കണേ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ 10 സെക്കൻഡ് നമ്മൾ എന്താ പറയുക, എനിക്ക് പറയാനറിയില്ല. അത്രയ്ക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മേലേക്കാവിലൊക്കെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ തൊട്ടു. പിന്നെ പവിഴമല്ലിത്തറയിലൊക്കെ തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജപിച്ച ചരടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചരടൊക്കെ വാങ്ങിച്ച് ഞങ്ങളിനി കീഴ്ക്കാവിൽ തൊഴാൻ പോകണം കേട്ടോ. അപ്പോൾ കീഴ്ക്കാവിൽ പോണ വഴിക്ക് അവിടെ ആനേനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ പൂരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആനേനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കീഴ്ക്കാവിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ തൊഴുത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടാ.
ഇപ്പം ദേ എല്ലാം കഴിഞ്ഞപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളിനി തിരിച്ചു പോകാൻ നോക്കുകയാണ്. അപ്പോൾ ദേ പോണ വഴിക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രാവലറിൽ കയറിയിട്ടാ. പിന്നെ ഒരു ചെറിയ മയക്കം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിർത്തി മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 12:30 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ല ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കും ഒരു മടി ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.